വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കർട്ടൻസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുകയാണ്. പിന്നെ നേരെ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ തന്നെ അമ്മ പത്തിരി വരുത്തുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ ഞാൻ ചുട്ടരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുറച്ച് ചുടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് പത്തിരി, ദോശ, ചപ്പാത്തി, ദോശ എന്ന് പറയുമ്പോൾ ഉഴുന്ന ദോശ ഉണ്ടല്ലോ അത്, പിന്നെ ചപ്പാത്തി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഈ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കറക്റ്റ് വീർത്ത് വരുന്നതും പിന്നെ ദോശ ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ പരത്തുന്നതൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. എൻ്റെ ഒരു ടൈപ്പ് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന സമയമാണെങ്കിൽ ഞാനതൊക്കെ ചെയ്യലുണ്ട്. പിന്നെ ഇതൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. ഇതിൽ ഞാൻ പുറത്ത് ഡോക്ടറെ കാണിക്കാൻ പോണതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണെന്ന്. വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഞാൻ കുറേ കാലം എന്ന് പറയുമ്പം ഒരു 5-6 വർഷമായിട്ട് പേടി കൊണ്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ചെയ്യാതെ മാറ്റി വെച്ചൊരു കാര്യം ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മുന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നുമില്ല കേട്ടോ, പല്ല് ഡോക്ടർ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ വെറുതെ കാണിക്കല്ല, എനിക്ക് റൂട്ട് കനാൽ ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത്. ഈ 2024 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഫസ്റ്റായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ കാര്യം, അതായത് എനിക്ക് പേടിയോണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതന്നെ കേട്ടോ, പല്ല് ഡോക്ടറെ കാണിക്കാൻ പോകണം എന്നുള്ളത്. പക്ഷേ 2024 സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഇത് എൻ്റെ ചെയ്യാൻ ആകെ 3 മാസം കൂടെ ഉള്ളൂ. അപ്പോഴെങ്കിലും ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കത് വലിയ റിഗ്രറ്റ് ആവും. സോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉമ്മാൻ്റെ കൂടെ ഉമ്മാനെ കാണിക്കാൻ വേണ്ടി ദന്തൽ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വെറുതെ എന്തോ ആവശ്യത്തിന് ഉമ്മാൻ്റെ കൂടെ പോയപ്പോൾ പിന്നെ അങ്ങനെ പോയതാട്ടോ, അല്ലാതെ ഞാൻ ഇന്നെ കാണിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പോയതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം മുന്നത്തെ വ്ളോഗിൽ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്യണത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോകുമ്പോൾ അത് കൊറിയർ ചെയ്യും കൂടെ വേണം. സോ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതൊക്കെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇത് എക്സ്പ്ലോഷൻ ബോക്സ് ടവർ ഷേപ്പിലായതുകൊണ്ട് തന്നെ നല്ല പണിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അത് ഷൂട്ട് ചെയ്യുകയാണ്. ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. അപ്പം അങ്ങനെ ഉമ്മാനെ കാണിക്കാൻ പോയപ്പോൾ ഞാനും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മാനെ കാണിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ റിസപ്ഷനിൽ ഇരിക്കണ ചേച്ചിനോട് കാണിക്കാൻ പറ്റുമോ, ഇവിടെ ബുക്ക് ചെയ്യണോ എന്നൊക്കെ അങ്ങനെ വെറുതെ ചോദിച്ചത്. അപ്പോൾ എന്നോട് വേണ്ട, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒന്ന് കാണിച്ചു നോക്കാം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയണമല്ലോ. അപ്പോൾ വെറുതെ ഒന്ന് കാണിച്ച് നോക്കാം. ഒന്നും ചെയ്യാനൊന്നും എന്തായാലും ഞാൻ സമ്മതിക്കില്ല, അതിനൊന്നും ഞാൻ പ്രിപ്പയർഡ് അല്ലേനു. അപ്പോൾ ഒന്ന് കാണിച്ചു നോക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ ഡോക്ടറെ കണ്ട് അന്ന്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു. കാരണം ഓൾറെഡി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി കൂടും. അതിൻ്റെ പുറമെ ഡോക്ടറും കൂടെ എന്നെ ഒന്ന് പേടിപ്പിച്ച്. ഡോക്ടർ പറഞ്ഞ് ആകെ സീനാണ് പല്ല്. ഞാൻ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പണ്ട് ചെറുതായപ്പോൾ റൂട്ട് കനാൽ ചെയ്തതാണ്. ഫസ്റ്റ് ഡേ ചെയ്തിട്ട് സെക്കൻഡ് ഡേ വരാൻ പറയുമല്ലോ, സെക്കൻഡ് ഡേ പറഞ്ഞാൽ ഒരു വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറയുമല്ലോ. അന്ന് ഞാൻ പേടിച്ചിട്ട് പോയില്ല. ഫസ്റ്റ് ഡേ ചെയ്ത ആ പേടിയോണ്ട് പിന്നെ ഞാൻ പോയില്ല. പിന്നെ ഞാൻ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ചെയ്തത് ഫുള്ളാക്കാത്തതുകൊണ്ട് ആ പല്ല് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ പോവാതൊക്കെയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ അതാകെ പ്രശ്നമായിട്ടുണ്ട്, പല്ല് പറിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞ് വെറുതെ പറിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, സർജറി ചെയ്ത് കീറി എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ അത് മാത്രമല്ല, അപ്പുറത്തെ സൈഡിലെ മുകളിലായിട്ടും ഒരു പൊത്തുണ്ട് പല്ലിന്. അത് ചെറുതായപ്പോഴേ കാണിച്ചാൽ മതിയായിരുന്നു. ഞാനിങ്ങനെ പേടിച്ച് പോവാതെ നിന്ന് അതിപ്പോൾ ഭയങ്കര വലിയ പൊത്തായിട്ടുണ്ട്. അപ്പോൾ അതും എന്തായാലും പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് റൂട്ട് കനാൽ ചെയ്യും വേണം. ഇനിയിപ്പോൾ അത് കുറേ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇത്രയും കാലം എന്താ കാണിക്കാഞ്ഞേ, ഇതൊന്നും നോക്കലില്ലേ, ശ്രദ്ധിക്കലില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു ഡോക്ടർ. അങ്ങനെ എന്തായാലും ഞാൻ ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ചെയ്യണം എന്ന് പോലും കുറേ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് പോകുന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമില്ല. എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാട്ടോ. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനല്ല, ബ്ലഡ് ഗ്രൂപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കുത്തൂലേ കൈ, അതിന് വരെ ഞാൻ ആകെ കരഞ്ഞ് സീനാക്കുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതായത് അങ്ങനത്തെ ഈ ഇഞ്ചെക്ട് ചെയ്യണതൊക്കെ ഇപ്പോൾ കുറേ എനിക്ക് പേടി മാറിയിട്ടുണ്ട്, ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ ഈ പല്ല് ഡോക്ടർ കാണിക്കാൻ പോകുക എന്നുള്ളത് ഇപ്പോഴും പേടിയുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ ഒന്ന് വീട്ടിലെത്തിയതിന് ശേഷം എന്തായാലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെ പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ളൊരു
ചെറിയൊരു ഇതാണ്. അപ്പോൾ മഞ്ചേരി നല്ല ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ ഇന്നാണ് പോണത്. അവിടെ ബുക്ക് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് പോയാൽ മതി. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം 10 മണി തൊട്ട് അവിടെ ഓപ്പൺ ആണ്. പിന്നെ ഇന്ന് പോയിട്ട് എന്തായാലും ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളതും കൂടെ, ആ ഏതെങ്കിലും ഒരു പല്ലിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാക്കണം എന്നും കൂടെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇനിയും ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പോകണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ പാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ. കാരണം അന്ന് പണ്ട് ഞാൻ ചെയ്തപ്പോൾ ആ ഒരു സെയിം മോഡലാണ് ചെയ്തിട്ടുണ്ടേനെ. സോ ഇന്ത്യയിലാണെങ്കിൽ പിങ്ക് നെറ്റ് ഉണ്ടേനു കയ്യിൽ. അതുകൊണ്ട് പിന്നെ അത് വെച്ചിട്ടും കൂടെ ഒന്നിങ്ങനെ ഭംഗിയാക്കിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് കേട്ടോ പാക്ക് ചെയ്ത് അയക്കാൻ പോണത്. ഇത് തമിഴ്നാട്ടിലേക്കാണ് അയക്കണത്. പിന്നെ DTDC അല്ല, ഇന്ത്യ പോസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ബോക്സിൽ ഇട്ടിട്ട് വേണം അയക്കാൻ. ഇതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഡാമേജ് ആവും. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോക്സ് ആദ്യം ഞാനിങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഉള്ളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് എക്സ്പ്ലോഷൻ ബോക്സും കൂടെ വെക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാലും കറക്റ്റ് ഫിറ്റ് ഒന്നുമല്ല, കറക്റ്റ് അളവിലുള്ള ബോക്സ് ഒന്നും കിട്ടില്ലല്ലോ. സോ ഞാൻ ബാക്കി എക്സസ് ആയിട്ട് വരുന്നത് അതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഒരു കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഈ ഒരു ബ്രൗൺ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊന്നും വിട്ടു പോരണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ബോക്സ് വേറെ എന്തോ സാധനം കൊറിയർ ആയിട്ട് കിട്ടിയിട്ടുള്ള ബോക്സാണ്, പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിന്മേൽ ഓൾറെഡി കുറേ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുകയാണെങ്കിൽ കാണാൻ പറ്റില്ല. ഓല് ഇതൊക്കെ മറക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബ്രൗൺ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്നും കാണാത്ത പോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൻ്റെയോ മീഷോൻ്റെയൊക്കെ ബോക്സ് റീയൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ എഴുതിയിട്ടുള്ളത് കാണാൻ പറ്റില്ല. ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ബ്രൗൺ ടേപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യണം. അങ്ങനെ അതിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോണതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ അഡ്രസ്സും കൂടെ എഴുതി കൊടുക്കും. അപ്പോൾ ആ സമയത്ത് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് റിബണും പിന്നെ ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ താഴെ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകാമെന്ന് വിചാരിക്കണത്. കാരണം വന്നു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം തന്നെ എല്ലാ പണിയും തീർത്ത് ക്ലീൻ ആക്കിയിട്ട് പോകാമെന്ന് കരുതി. പിന്നെ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ എത്ര വലിയ സംഭവമാണ്, ഒരു പല്ല് പറിക്കാൻ പോവുക അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ പോവുക എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഭയങ്കര പേടിയുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവുണ്ടാവും. ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്യാതെ വെച്ചിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും പേടിയുള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴോ പോയി ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടൊന്നല്ലല്ലോ, ഞാൻ പോവാതെ നിൽക്കല്ലേ. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പേടികളുണ്ടാവുമല്ലോ. ചിലവർക്ക് ഇപ്പം വെള്ളത്തിനോട് പേടിയുള്ളവരുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ, ചിലവർക്ക് വെള്ളം ഭയങ്കര പേടിയകാരം. അതേപോലെ തീ ഭയങ്കര പേടിയുള്ളവരുണ്ടാവും, ഡ്രൈവ് ചെയ്യണത് ഭയങ്കര പേടിയുള്ളവരുണ്ടാവും. അങ്ങനെ പല ടൈപ്പും ഉണ്ടല്ലോ. അപ്പം എൻ്റെ കാര്യത്തിൽ അത് ഹോസ്പിറ്റൽ, ഈ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ റീസണ് നമുക്കിപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധാ ഒരു ഡോക്ടറെ കാണിക്കാനാണെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്കിപ്പോൾ കയ്യിൽ മുറിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഓല എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമുക്ക് വേദന ആവുമെന്ന് അറിയണ സംഭവങ്ങളുണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പോകാൻ. കാരണം മുൻകൂട്ടി നമുക്കറിയാം നമ്മൾ വേദന ആക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ അതിനെ കൊണ്ട് തീരെ കഴിയൂല. ഈ ഒരു കണ്ടീഷനെ ടൊമോഫോബിയ എന്നാണ് കേട്ടോ പറയുക. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ മെഡിക്കൽ പ്രൊസീജിയേഴ്സിനൊക്കെ ഭയങ്കര പേടിയുള്ള ടൈപ്പ് ആ ഒരു കണ്ടീഷനാണ്. പക്ഷേ അൽഹംദുലില്ലാ അപ്പോൾ കുറേ എൻ്റെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഞ്ചെക്ട് ചെയ്യാനൊന്നും പേടിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യലൊക്കെ ഉണ്ട്. ഈ കാര്യം കൂടെ ഒന്ന് ഓക്കെ ആവാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര സംഭവമായിട്ട് പറയണത്, എനിക്ക് ഇത്രയും പേടിയുള്ളത്. അങ്ങനെ എൻ്റെ റൂം ക്ലീനിങ് അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആയി പോകാൻ വേണ്ടി റെഡി ആയതിൻ്റെ ശേഷം സൺസ്ക്രീനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. 10 മണിയൊക്കെ ആവണേ ഉള്ളൂ. ഒരു 10:30 ആകുമ്പോഴത്തേനും അവിടെ എത്തണം എന്നാണ് ഞാൻ വിചാരിക്കണത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് മഞ്ചേരി ടൗണിലേക്ക് പോകാൻ വലിയ ദൂരമില്ല. സോ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതിന് അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഫ്രെയിമും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് കൊറിയർ ചെയ്യണം. അത് DTDC വഴിയാണ് അയക്കാനുള്ളത്. ഇന്ന് പിന്നെ അങ്ങനെ പുറത്ത് മഴ പെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ലേനു കേട്ടോ. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കാമിങ് ആയിട്ടുണ്ട് അങ്ങനെ നോക്കിക്കാൻ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്ത്യ പോസ്റ്റിൽ പോയി പോണ വഴിയിലാണ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം ഇത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണത്. ഇത് ഏകദേശം
കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. 1 കിലോ ഇല്ല, ഒരു 50 ഗ്രാമിൻ്റെ കുറവേ ഉള്ളൂ 1 കിലോക്ക്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, രാവിലെയാണല്ലോ. പക്ഷെ എന്നാലും കുറച്ച് സമയം ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ ഓട്ടോയിൽ ടൗണിൽ പോയിട്ടാണ് ഇറങ്ങണത്. ഇവിടുന്ന് ടൗണിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ, അതായത് മെഡിക്കൽ കോളേജിൻ്റെ ആ സൈഡിലായിട്ടാണ് ഈ ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ അത് ഞാൻ DTDC പോയി കൊറിയർ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. DTDC പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ DTDCക്ക് കുറച്ച് അധികം ഇവിടുന്ന് നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സാധാരണ നമ്മളെ കൊറിയർ ഓഫീസ് ഉണ്ടല്ലോ, ഇതെന്താ ഗോകുലം പാഴ്സൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ടാണ് കേട്ടോ അയച്ചത്. അതും സെയിം DTDC പോലെ തന്നെയാണ്, നമുക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടും, അല്ലെങ്കിൽ ഒരു 2 ദിവസം അത്രേ എടുക്കുള്ളൂ. ചാർജും വലിയ കൂടുതലൊന്നുമില്ല കേട്ടോ. ഇതിനിപ്പോൾ 50 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം DTDC പോകാമെന്നാണല്ലോ വിചാരിച്ചതിനെ. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഓലി സ്റ്റിക്കർ ഹാൻഡിൽ വിത്ത് കെയർ ഒക്കെ ഓരെന്നെ സ്റ്റിക്ക് ചെയ്യും. പക്ഷേ ഇവിടെ അതില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഗ്ലാസ് ഫ്രെയിം എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ നടന്നിട്ടാണ് കേട്ടോ പോണത്. ഞാൻ പറഞ്ഞല്ലോ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ ഒരു 6 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയാണല്ലോ പോണത്. സോ അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ആയിഷ ദന്താശുപത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലിനിക്കാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി പുറത്ത് നോക്കിയപ്പോൾ കുറേ ചെരുപ്പുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവുന്നത്. പക്ഷേ അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇല്ല. ഇനി പുറത്താകെ ഒരാളേ ഉള്ളേനി. ഉള്ളിലാണ് തോന്നുന്നുണ്ട് കുറേ ആൾക്കാർ. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഫസ്റ്റായിട്ട് കാണിക്കല്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. നല്ല പേടിയുണ്ട് കേട്ടോ, നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഞാനവിടെ നിൽക്കുന്നത്. ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോണ പോലെയാണ് എനിക്കപ്പം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എനിക്കറിയില്ല, എൻ്റെ കൈയൊക്കെ തണുത്ത് വിറക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടെ പോയോലാണെങ്കിൽ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര പേടിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കണേ. അങ്ങനെ ഫൈനലി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി ഉള്ളിലേക്ക്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്തായാലും ഡോക്ടറെ കാണിക്കലും നിർബന്ധമാണല്ലോ, കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കുറേ കഴിഞ്ഞാൽ എന്തായാലും സീനാവും നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ വേദന ഇല്ലാതെ ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ, അങ്ങനെ എവിടേക്കെങ്കിലും പോയിട്ട് എന്തായാലും ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് കുറേ കാലമൊക്കെ മുന്നേ കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നമുക്കിങ്ങനെ പ്രായം കൂടുന്തോറും ബുദ്ധിയും വളരുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ മനസ്സിലായി നമ്മളെക്കാട്ടിലും ചെറിയ കുട്ടികൾ, ഇപ്പോൾ അമ്ലുവിനെ കാണിക്കാനൊക്കെ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് ചെറിയ കുഞ്ഞു കുട്ടികളെ പല്ല് പറിക്കുന്നുണ്ട്, റൂട്ട് കനാൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെറിയ കുട്ടികൾ വരെ ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൽക്ക് അറിയില്ല എന്താണെന്നുള്ളത്, എന്നാലും ഓല അതിന് നിന്ന് കൊടുക്കണ്ടല്ലോ, വേദന ഓലെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്താ എന്നെ കൊണ്ട് പറ്റാത്തതെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഞാൻ വേദന കുറച്ചുണ്ടായാലും കുഴപ്പമില്ല സഹിക്കാം എന്നുള്ള രീതിക്ക് വന്നത്. അങ്ങനെ ഇതാ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യുമല്ലോ, നമ്മളെ തരിപ്പിച്ചിട്ടാണല്ലോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഒന്നും ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആദ്യത്തെ തന്നെ എങ്ങനെയോ എടുത്തതാണ്. എൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനാണോ ഇത്രയും കാലം ഒരു 5-6 വർഷമായിട്ട് ഞാൻ പേടിച്ചിരുന്നത് എന്നാണ്. കാരണം അത്ര വലിയ കാര്യമായിട്ടുള്ള വേദനയൊന്നുമില്ല. ഇത് തരിപ്പിച്ചിട്ടാണല്ലോ ഓല് ചെയ്യുക. നമുക്കങ്ങനെ വേദന അറിയാനൊന്നും പറ്റൂല. പിന്നെ ചെറിയ ഒരു കുഞ്ഞു വേദന അവിടെ ഇവിടെ നമുക്കിങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നല്ലാതെ അത്രയും വലിയ സംഭവം വേദനയൊന്നും ഇല്ലേനു കേട്ടോ. എനിക്ക് എന്നിട്ട് എന്നോട് തന്നെ എന്തൊക്കെയോ തോന്നാം, ഇത്രയും കാലം ഞാൻ ഇതാണോ പേടിച്ച് ചെയ്യാതിരുന്നത് എന്നുള്ളതൊക്കെ എന്നോ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ എപ്പോഴെങ്കിലും ചെയ്തല്ലോ, അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു 2-3 ആഴ്ചയൊക്കെ ഇനി ഇങ്ങനെ വരേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഇതേപോലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതാവണമെന്നില്ല, എന്താണെങ്കിലും നിങ്ങളെ ലൈഫിൽ പേടിയോണ്ട് ചെയ്യാതെ മാറ്റി ഉള്ളതുണ്ടാവും. ചിലപ്പോൾ ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളതാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക, എവിടേക്കെങ്കിലും പോവാനോ ആരെങ്കിലും കാണാനോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചെയ്താൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അത് ഭയങ്കര പെയിൻഫുള്ളല്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട, വേഗം പോയിട്ട് അത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒക്കെ ശരിയാവും. ഇനിയിപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നതാണെങ്കിലും എന്തായാലും ചെയ്യൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. മാറ്റി വെച്ച കാര്യമാണെങ്കിൽ ചെയ്യൽ നിർബന്ധമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര നന്നായി എന്നുള്ളത്. കാരണം എനിക്കിപ്പോൾ അങ്ങനെ തോന്നണം കേട്ടോ. മറ്റേത് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു ആദ്യം എന്ന് പറയില്ലേ മനസ്സിന്, അതേപോലെ ഇനി ആലോചിക്കുമ്പോഴേ എനിക്കൊരു ഇടങ്ങേറേനു. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സമാധാനമുണ്ട്.
സോ പേടില്ലാണ്ടാക്കാനുള്ള ഒരു ഏക വഴി അത് ഫേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ്. പിന്നെ നമുക്ക് അതിനെ പറ്റി പേടിക്കാനോ ടെൻഷൻ ആവാനോ ഒന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണ ഒരു രീതി ഉണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെയാണോ മനസ്സിൽ കാണുന്നത് അതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വേയിൽ അത് കാണുക എന്നുള്ളതാണ്. നമുക്ക് അതിനോടുള്ള ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. ഇപ്പം ഞാൻ അത്രയും കാലം വിചാരിച്ച് എന്നെ കൊണ്ട് കഴിയൂല എന്നതിന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ചെറിയ കുട്ടികൾ വരെ ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെ കൊണ്ട് കഴിയും എന്നുള്ളത്. അങ്ങനെ നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വേറൊരു വഴി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആവുക എന്നുള്ളത് തന്നെയാണ്. എന്ത് കാര്യമാണെങ്കിലും പേടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. അത് ഓക്കെ, ഞാനത് ഫീൽ ചെയ്യാൻ പോവാണ്, ഞാനത് ചെയ്യാൻ പോവാണ് എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കഴിഞ്ഞ്. പിന്നെ ഒന്നും പ്രശ്നമല്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ പോലെ തന്നെ ആവണമെന്നില്ല, വേറെ നിങ്ങളുടെ സിറ്റുവേഷൻ വേറെ ആയിരിക്കും. എന്താണെങ്കിലും ഫേസ് ദ ഫിയർ, അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് വരിക ചെയ്തേ. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറേ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് അങ്ങനെയാണ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വേറെ എവിടേക്കെങ്കിലും എത്തും. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ എന്നോട് ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള കഴിക്കരുത്, ചൂടുള്ള കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരത്തിന് വെള്ളം ഒന്നും കുടിക്കാനും പാടില്ല. അപ്പോൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു. കാരണം രാവിലെ ഫുഡ് കഴിച്ച് പോയതല്ലേ, ഉച്ചക്കും ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ചധികം നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇൻഡോമി ഉണ്ടാക്കാമെന്നുള്ളത്. അതാകുമ്പോൾ ഒന്ന് തണുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കട്ടിയുള്ള ഫുഡും അല്ലല്ലോ, എൻ്റെ വിശപ്പും മാറും. അങ്ങനെ ഇൻഡോമിയൊക്കെ ഉണ്ടാക്കി പിന്നെ റൂമിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ്. നല്ലോണം ചൂടാറിയിട്ടാണ് കേട്ടോ, തണുത്തിട്ടാണ് ഞാൻ കഴിക്കണേ. പിന്നെ ഇത് ചെയ്ത സമയത്ത് ഇഞ്ചെക്ട് ചെയ്ത് തരിപ്പിച്ചിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വിട്ട് പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും അവിടെ എന്തോ ഉള്ള പോലെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മെല്ലെ മെല്ലെ കഴിക്കാൻ കഴിയണുള്ളൂ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നൈക്കിൽ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അത് അൺബോക്സ് ചെയ്യാണ്. ഇത് ഞാൻ പോയ സമയത്താണ് വന്നത്. അപ്പോൾ ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റക്കാണ് പോലുള്ളത്. എനിക്ക് ബാക്കിയുള്ള പോലെ കൂടെ കൂട്ടുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ടെൻഷനേ കാര്യം. ഓലും കൂടെ അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ പേടിച്ചിട്ടേ കാര്യം പോവാം. പിന്നെ ഓലെ പേടിപ്പിക്കലും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ പേടിയാവും. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് അങ്ങനത്തേനൊക്കെ ഞാൻ ഒറ്റക്കാണ് പോവുക. ഇത് ഞാനെൻ്റെ ക്ലെൻസർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ അത് ഓർഡർ ചെയ്തതാണ്. ഇത് സെറ്റാഫിലിൻ്റെയാണ് കേട്ടോ. ഞാൻ സാധാരണ യൂസ് ചെയ്യണ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ്. അപ്പോൾ സാധാരണ നമുക്ക് ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ നൈക്കയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓർഡർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ. പിന്നെ ഷിപ്പിംഗ് ചാർജും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടുമല്ലോ. ഇതിന് ഒറിജിനൽ പ്രൈസ് വരുന്നത് 399 എനിക്ക് കിട്ടിയത് 300 രൂപക്കാണ്. ഷിപ്പിംഗ് ചാർജും ഒന്നും വേറെ ആയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം റേറ്റ് കുറവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴാണ് തീർന്നത്. ഞാൻ കുറച്ചേ യൂസ് ചെയ്യുള്ളൂ. അതിന്മേൽ MRP വരുന്നത് 333 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ ML കൂടിയതാണോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ സെയിം ML സെയിം സാധനം തന്നെയാണ്. പക്ഷേ അതുപോലെ പുതിയത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എനിക്കൊന്ന് റേറ്റ് കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുണ്ടാവുക. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേലുള്ള MRP ഞാൻ പറഞ്ഞല്ലോ 333 അങ്ങനെ അത് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ആ ബോക്സും പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു റാപ്പർ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇനി വേറെ എന്തെങ്കിലും കൊറിയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ അന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബൈ.